Hi students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം തിയറി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള ചാപ്റ്റർ ആണ് തുടങ്ങിയിരുന്നത്. ഇത് ക്വാണ്ടം തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നിങ്ങൾ കേട്ട സംഭവം തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള എന്താണ്. അതായത് ഒരു ലൈറ്റിനെ നമ്മൾ ഒരു സർഫസിലേക്ക് കടത്തി വിടുകയാണ്. ആ സർഫസിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സർഫസിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺസിനെ പുറന്തള്ളും, ഇജക്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒരു ലൈറ്റ് നമ്മളൊരു സർഫസിലേക്ക് കടത്തിവിടും. അപ്പൊ ആ സർഫസിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസിനെ പുറന്തള്ളും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇവിടെ നോക്കുക, ദ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം എ സർഫസ് irradiated by light is called ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സർഫസിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടുക. അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇനി ഈ നമ്മുടെ സർഫസിലേക്കാണ് നമ്മൾ ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ആ സർഫസ് ഒന്നുകിൽ മെറ്റൽ സർഫസ് ആകാം, അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആയിരിക്കാം. ഒന്നുകിൽ മെറ്റൽ ആവാം, അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആവാം. ആൽക്കലി മെറ്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സർഫസ്. അതാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൽക്കലി മെറ്റൽസിലൂടെ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്താം, മെറ്റൽസിലൂടെ നടത്താം. അപ്പൊ ആൽക്കലി മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഷോ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈവൻ വിത്ത് വിസിബിൾ ലൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ലൈറ്റിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്താന്ന് പറഞ്ഞു. പക്ഷെ ആൽക്കലി മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ വിസിബിൾ ലൈറ്റ് ആണ് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൽക്കലി മെറ്റൽസിന്റെ കേസിലാകുമ്പോൾ വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്തുന്നത്. ഇനി മെറ്റൽസിന്റെ കേസിലാകുമ്പോൾ മെറ്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൺ, കോപ്പർ, ഇതാണ് നമ്മൾ മെറ്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം മെറ്റൽസിന്റെ കേസിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ് ഒന്നുകിൽ അൾട്രാവയലറ്റ് റേസ് അല്ലെങ്കിൽ എക്സ് റേസ്. അൾട്രാവയലറ്റ് റേസോ അല്ലെങ്കിൽ എക്സ് റേസോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റൽസിന്റെ കേസിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ പ്രോസസ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ പ്രോസസ് കാരണം കുറച്ച് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത്തരം ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാരണം പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ദ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഫ്രം ദ സർഫസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പൊ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നാണ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്കിന്റെ ഭാഗത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണ്, അതുപോലെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്താണ്. ഓക്കെ, ായിട്ട് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് നമ്മൾ എങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ സി എന്ന് കാണിച്ചിട്ടുള്ളത്, ഇത് കൺസിസ്റ്റ് ഓഫ് എ സിൽവർ പ്ലേറ്റ് സി കോട്ടഡ് വിത്ത് സീഷ്യം. അതായത് സീഷ്യം കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സിൽവർ പ്ലേറ്റ് ആണ് ഇവിടെ സി എന്ന് കാണിച്ചിട്ടുള്ളത്. സീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ ആ ഒരു സീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കലി മെറ്റൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു സിൽവർ പ്ലേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ മറ്റൊരു മെറ്റൽ പ്ലേറ്റും കാണിച്ചിട്ടുണ്ട്. ഒരു ആൽക്കലി മെറ്റലുണ്ട്, ഒരു മെറ്റലുണ്ട്. ഈ 2 പ്ലേറ്റ്സും, ഒരു മെറ്റൽ പ്ലേറ്റും ഒരു ആൽക്കലി മെറ്റൽസും കൂടി ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കൺസിസ്റ്റ് ഓഫ് എ സിൽവർ പ്ലേറ്റ് സി കോട്ടഡ് വിത്ത് സീഷ്യം ആൻഡ് അനദർ മെറ്റൽ പ്ലേറ്റ് എ. ഇതാണ് നമ്മുടെ മെറ്റൽ പ്ലേറ്റ് എ. ബോത്ത് എൻക്ലോസ്ഡ് ഇൻ ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിലാണ് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞത് ആനോഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ആനോഡിലേക്കും നെഗറ്റീവ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് കാഥോഡിലേക്കുമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്ന ഉദ്ദേശം എന്താ വെച്ചാല് അതിലേക്ക് വരുന്ന ഹൈ കറന്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കറന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ എക്സ്പെരിമെന്റിന്റെ ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് സി ആക്ട്സ് ആസ് ദ കാഥോഡ് ആൻഡ് എ ആക്ട്സ് ആസ് ദ ആനോഡ്. പറഞ്ഞ കാര്യം തന്നെ. The negative of a battery B is connected to the cathode and the positive to the anode. A galvanometer G is always included in the circuit for the detection of current. അപ്പൊ ഇതാണ് നമ്മുടെ അറേഞ്ച്മെന്റ്. നമ്മള് എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി എങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം എന്നാണ് പറയാൻ പോണത്. When light falls on the cathode, electrons are ejected from the surface of cesium. അതായത് നമ്മള് ഒരു ലൈറ്റിനെ നമ്മള് ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാണ്. അതായത് ഗ്ലാസ് ട്യൂബിൽ എന്തൊക്കെയുണ്ട്? ഒരു കാഥോഡ് ഉണ്ട്, ഒരു ആനോഡ് ഉണ്ട്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ആൽക്കലി മെറ്റലും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് മെറ്റലുമാണ്. അപ്പൊ ഈ ആൽക്കലി മെറ്റലിന്റെ മുകളിലേക്കാണ് നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യിക്കുന്നത്. അപ്പൊ ആ ആൽക്കലി മെറ്റൽസിന്റെ സർഫസിൽ വന്നു കഴിഞ്ഞാല് ഈ ആൽക്കലി മെറ്റലിന് നമ്മൾ സീഷ്യം കൊണ്ടാണ് നമ്മള് ഈ സിൽവർ പ്ലേറ്റ്, ഇത് സിൽവർ പ്ലേറ്റ് ആണ്. ആ സിൽവർ പ്ലേറ്റിന് നമ്മൾ സീഷ്യം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സീഷ്യം എന്ത് ചെയ്യും? ഈ ഇതിന്റെ സർഫസിൽ നിന്നും, ആ സിൽവർ പ്ലേറ്റിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടും. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ആനോഡിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ ആ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് ഇവിടെ കറന്റ് ആയിട്ട് നോട്ട് ചെയ്യണത്. അപ്പൊ ആണ് പറഞ്ഞിട്ടുള്ളത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ കാഥോഡ് ടുവേർഡ്സ് ദ ആനോഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇലക്ട്രിക് കറന്റ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. A photoelectric effect will be observed only if the incident light is having a frequency greater than the specific value. അപ്പൊ ആ സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്? ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഉള്ള പ്രോസസ് അവിടെ നടക്കുകയാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ്. ഇന്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടും. അപ്പൊ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന കറന്റ്. നമ്മൾ കാഥോഡിലേക്ക് ഒരു ലൈറ്റിനെ പാസ് ചെയ്യിക്കും. ആ സമയത്ത് കാഥോഡ് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടും. ആ പുറത്തേക്ക് വിട്ട ഇലക്ട്രോൺസ് ആനോഡിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ അവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുകയാണ്. അപ്പൊ അത് കാരണം ഇവിടെ ഒരു കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കറന്റ് കാരണം നമ്മുടെ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അടുത്തായിട്ട് പറയുന്നത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ ലോസിനെ കുറിച്ചിട്ടാണ്. 3 ലോ ആണുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ലോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള പറയുന്നത് ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ എത്രത്തോളമാണ് നടക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ ഇത് പറയുന്നത് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദ ഇൻസ്റ്റന്റ് ലൈറ്റ് ടു ഇനിഷ്യേറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറഞ്ഞ പ്രോസസ് നടക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. The wavelength corresponding to threshold frequency is called threshold wavelength. അതായത് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് അതെന്തായിരിക്കും? ഒരു മിനിമം വേവ് ലെങ്ത് ആയിരിക്കും. മിനിമം ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് മിനിമം വേവ് ലെങ്ത് ആയിരിക്കും. ആ മിനിമം വേവ് ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് വേവ് ലെങ്ത്. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക µ0 എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ന്യൂ എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസി ആണ്. ഇത് മിനിമം ഫ്രീക്വൻസി ആയതുകൊണ്ട് നമ്മൾ അതിനെ
ന്യൂ സീറോ എന്ന് കൊടുത്തു. ഇത് നമ്മൾ മിനിമം ഫ്രീക്വൻസി എന്ന് പറയില്ല, അതിന് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുള്ളൂ, മിനിമം ഫ്രീക്വൻസി. അതേപോലെ തന്നെ ത്രെഷോൾഡ് വേവ് ലെങ്ത് അത് നമ്മൾ ലാംഡ സീറോ എന്ന് കൊടുത്തു. വേവ് ലെങ്ത്തിനാണെങ്കിൽ നമ്മൾ ലാംഡാന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ത്രെഷോൾഡ് വേവ് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ അതിനെ ലാംഡ സീറോ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഫസ്റ്റ് ലോ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ്. ഫസ്റ്റ് ലോ പറഞ്ഞു. ഇത് നമ്മൾ സെക്കൻഡ് ലോ. The intensity of light affects only the number of ejected electrons. നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് നമ്മൾ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ അളവ്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്, the intensity of light affects only the number of ejected electrons. നമ്മൾ ഉപയോഗിക്കുന്ന ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറും. അതാണ് സെക്കൻഡ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. തേർഡ് ലോയിൽ പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ. അതായത് ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാല് there is no time lag between incidence of radiation and the emission of electrons. അതായത് ലൈറ്റ് വന്ന് നമ്മുടെ സർഫസില് പതിച്ച ഉടനെ തന്നെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് തമ്മിൽ ഒരു ടൈം ലാഗിങ് ഇല്ല. ഇലക്ട്രോൺസ് വന്ന് സർഫസിൽ വന്ന് പതിക്കാനും ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാനും ഒരു ടൈം ലാഗിങ് ഇല്ല. ആ ടൈം ലാഗിങ് ഇല്ലാത്ത കാരണമാണ് നമ്മളിവിടെ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിന എന്ന് പറയുന്നത്. അപ്പൊ 3 ലോ ആണുള്ളത്. ഈ 3 ലോ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പറയാൻ പോണത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോണത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എനർജി ഓഫ് ഫോട്ടോൺ എന്താണ്? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ക്വാണ്ടം ഓർ ഫോട്ടോൺ ഈസ് ദ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇ എന്ന് പറഞ്ഞിട്ടുള്ള എനർജി 2 പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. The first one, since the electrons is bound to the solid surface, a certain amount of energy phi is required to make the electrons free. നമ്മൾ യൂസ് ചെയ്യുന്ന ആ എനർജിയുടെ കുറച്ച് ഭാഗം എനർജിയെ നമ്മൾ ആ സർഫസ്, ഇപ്പോൾ ലൈറ്റ് സർഫസിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയിലെ കുറച്ച് ഭാഗം എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം എനർജി യൂസ് ചെയ്യുന്നത്. The energy required for this purpose is called photoelectric work function. അതായത് നമ്മുടെ ടോട്ടൽ എനർജിയിലെ ഒരു ചെറിയ പോർഷൻ ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, പറഞ്ഞു ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജിയുടെ ഒരു ഭാഗം എനർജി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക്, അതായത് ഇലക്ട്രോൺസിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഇനി ബാക്കി വരുന്ന എനർജി, ദ റിമൈനിങ് എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഗിവൺ ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലിബറേറ്റഡ് ഇലക്ട്രോൺസ്. അതായത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈനറ്റിക് എനർജി ആയിട്ടാണ് ബാക്കിയുള്ള എനർജിയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു പോർഷൻ ഓഫ് എനർജി ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷനും മറ്റൊരു പോർഷൻ കൈനറ്റിക് എനർജി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ടോട്ടൽ എനർജിയുടെ. നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എന്നാൽ 12 mv² ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജിയുടെ ഒരു ഭാഗം ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ ആയിട്ടും ഒരു പോർഷൻ കൈനറ്റിക് എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി കണ്ടാൽ എന്തായിരിക്കും വരിക? ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലെ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് എന്നുള്ള ഇക്വേഷൻ മാറ്റി എഴുതിക്കൂടെ? അതായത് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജിയാണ്. ആ ടോട്ടൽ എനർജിയുടെ സ്ഥാനത്ത് നമുക്ക് ഇത് കൊടുത്തൂടെ? ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈസ് ഈക്വൽ ടു 5 പ്ലസ്
ഹാഫ് എം വി സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇയുടെ സ്ഥാനത്ത് എന്ത് വരും? ഇക്വേഷൻ 1 എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആയിരുന്നു അല്ലെ? അപ്പൊ ഇയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. എച്ച് ന്യൂ അതുപോലെ തന്നെ ഇയുടെ സ്ഥാനത്ത് എന്ത് വന്നു? 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഫോട്ടോഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ഈ ഫോട്ടോഇലക്ട്രിക് വർക്ക് ഫംഗ്ഷനെയാണ് നമ്മൾ ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി. നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ എന്തായി? ഇതായിട്ട് മാറി. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. നോക്കുക, the frequency mu 0 at which the kinetic energy of the electron becomes 0. അതായത് നമ്മുടെ മിനിമം ഫ്രീക്വൻസി മാക്സിമം ആവുമ്പോഴാണ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിൽ, അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാല് മിനിമം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവും? അവിടെ കൈനറ്റിക് എനർജി 0 ആവും. അപ്പൊ കൈനറ്റിക് എനർജി 0 എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ടേം 0 ആയിട്ട് പോയി. ബാക്കി എന്ത് വരും? എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു 5 ആണ് വരിക. ഇവിടെ ന്യൂ 0 എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. നേരത്തെ നമ്മൾ എച്ച് ന്യൂ ആണ് എഴുതിയത്. അപ്പൊ അവിടെ മാക്സിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ മാക്സിമം ഫ്രീക്വൻസിയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ അവിടെ എച്ച് ന്യൂ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മിനിമം ഫ്രീക്വൻസി യൂസ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ന്യൂന്റെ സ്ഥാനത്ത് ന്യൂ 0 കൊടുത്തത്. അപ്പൊ എച്ച് ന്യൂ 0 ഈസ് ഈക്വൽ ടു 5 ആയി. ഇവിടെ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള എന്തായിട്ട് മാറി? 0 ആയി പോയി. മിനിമം ഫ്രീക്വൻസി ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3ന്റെ സ്ഥാനത്ത് നമുക്ക് ഇക്വേഷൻ 3 എന്തായിരുന്നു? എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു അല്ലെ? ഇക്വേഷൻ 3 ഇതായിരുന്നു. ഇതിൽ എച്ച് ന്യൂ അതുപോലെ തന്നെ കൊടുത്തു. 5ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എച്ച് ന്യൂ 0 എന്ന് കൊടുത്തൂടെ? അപ്പൊ എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഇനി ഈ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മള് വേവ് ലെങ്ത്തിന്റെ ടേമിൽ എങ്ങനെ എഴുതാം? അതായത് ന്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ സി ബൈ ലാംഡ കൊടുക്കുകയാണ്. നമുക്കറിയാം വി ഹാവ് ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. നമ്മള് ഈ ക്വാണ്ടം തിയറി എന്നുള്ള ചാപ്റ്റർ തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. അപ്പൊ ന്യൂവിന്റെ സ്ഥാനത്ത് എന്ത് വരും? സി ബൈ ലാംഡ. അപ്പൊ എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇപ്പൊ 2 ഇക്വേഷൻ ഉണ്ട്. ഇത് ന്യൂവിന്റെ ടൈമിലുള്ള ഇക്വേഷനും മറ്റേത് സിന്റെയും ലാംഡയുടെയും ടൈമിലുള്ള ഇക്വേഷൻ. അടുത്തായിട്ട് പറയണത് മിനിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺസിന്റെ ഫ്രീക്വൻസിയെ കുറിച്ചിട്ട് വേവ് ലെങ്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി അതിന്റെ വെലോസിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ മിനിമം വെലോസിറ്റി എന്തായിരിക്കും? അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാരണം പുറത്തു പോകുന്ന ഇലക്ട്രോൺസ്, അതായത് ഫോട്ടോ ഇലക്ട്രോൺസിന്റെ മിനിമം വെലോസിറ്റി എന്തായിരിക്കും? അപ്പൊ അതിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഇതിന് നമ്മള് ഹാഫ് എം വി സ്ക്വയർ, ഇതില് വി ആണ് എന്ത്? വെലോസിറ്റി. അപ്പൊ നമുക്ക് ഇതിന് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതണം. അതിന് വേണ്ടി വിനെ ഒരു സൈഡിൽ നിർത്തുകയാണ്. അപ്പൊ ഹാഫ് എം വി സ്ക്വയറിനെ അവിടെ നിർത്തി എച്ച് ന്യൂ 0 ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായി? മൈനസ് എച്ച് ന്യൂ 0 ആയി. ഈ 2 ടേമിലും എച്ച് കോമൺ ആണ്. അപ്പൊ എച്ചിനെ പുറത്തെടുത്തു. ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. വി സ്ക്വയർ എന്താണ്? ഈ ഹാഫ് എം ഇങ്ങോട്ട് പോകുമ്പോ ബൈ 2 ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ബൈ എം. ഇതിന് വീക്കിൾ ഇക്വേഷൻ എഴുതിക്കൂടെ? എന്താണ്? റൂട്ട് ഓഫ് 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ബൈ എം അല്ലെ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതൊരു ഇക്വേഷൻ. നമുക്കറിയാം വി ഹാവ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആൻഡ് എച്ച് ന്യൂ 0 ഈക്വൽ ടു 5 ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ എഴുതിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എഴുതിക്കൂടെ? ഇവിടെ 2 അതുപോലെ തന്നെ കിടക്കട്ടെ. എച്ച് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ആണ്. എച്ച് ന്യൂവിന്റെ സ്ഥാനത്ത് ഇ മൈനസ്
h ഇൻറ്റു ന്യൂ സീറോ അതിന്റെ സ്ഥാനത്ത് ഫൈയും കൊടുത്തു ബൈ എം. ഇത് മറ്റൊരു ഇക്വേഷൻ. അപ്പൊ ഇന്റെ ഫൈനൽ ടൈമിലുള്ള ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതാം. അത് എങ്ങനെയാണ് എഴുതിയത്? നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ എഴുതി. നമുക്കറിയാം ഈ സീക്വൽ ടു എച്ച് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു എച്ച് ന്യൂ സീറോ സീക്വൽ ടു ഫൈവ്. അത് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ എച്ച് ന്യൂന്റെ സ്ഥാനത്ത് ഇയും കൊടുത്തു, എച്ച് ന്യൂ സീറോയുടെ സ്ഥാനത്ത് ഫൈയും കൊടുത്തു. അതെങ്ങനെയാണ് വന്നത്? ഈ എച്ചിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇവിടെ എച്ച് ഇൻറ്റു ന്യൂ അറിയുമ്പോൾ എച്ച് ന്യൂ വന്നു, എച്ച് ഇൻറ്റു ന്യൂ സീറോ പറഞ്ഞപ്പോ എച്ച് ന്യൂ സീറോ വന്നു. അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മൾ ഇയും ഫൈയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഇക്വേഷൻ. അപ്പോ ഇതാണ് നമ്മുടെ മാക്സിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പൊ ഇത് നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഭാഗത്ത് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ല് പഠിക്കാനുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണ്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പെരിമെന്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഈ 3 കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിനെ കുറിച്ചിട്ടും പ്രോബ്ലം ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.